നമസ്കാരം, ഞാൻ മുജീബ് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് അലൂമിനിയത്തിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കോർണറുകളെ പറ്റി സംസാരിക്കാം. നമുക്ക് പ്ലാസ്റ്റിക് കോർണർ വന്നതോടുകൂടി അലൂമിനിയം വർക്കുകൾ വളരെ എളുപ്പത്തിൽ വർക്കുകൾ തീർക്കാൻ പറ്റും. മറ്റേത് ഇപ്പോൾ ക്ലീറ്റ് ആംഗിൾ കട്ട് ചെയ്ത് അത് ഹോളിട്ട് അങ്ങനെ കുറേ സമയം പോകുമായിരുന്നു ഫാബ്രിക്കേറ്റർമാർക്ക്. ഇന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരേ വർക്കുകളും ഫിനിഷ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഒരേ കോർണറായിട്ട് നമുക്ക് പരിചയപ്പെടാം. നമുക്ക് ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ ഇന്ന് പ്രചാരത്തിലുള്ളതാണ് മോഡുലർ കിച്ചൺ ഉപയോഗിക്കുന്ന കോർണറാണിത്. ഇത് നോർമൽ സെക്ഷൻ ഉപയോഗിക്കുന്ന കോർണറാണ്. ഹെവി സെക്ഷൻ ആണെങ്കിൽ ഇതുപോലത്തുള്ള കോർണർ. അപ്പം ഇങ്ങനത്തെ ഈ മില്ലിംഗ് ആണ്. ഇത് കളറ് പല ക്വാളിറ്റി ഉണ്ട്. ഇതിപ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ കളറുകൾ അനുസരിച്ചും അല്ല, ഇതിൽ പറഞ്ഞാൽ രണ്ടുത്തിൻ്റെ സൈസുകൾ തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഉണ്ടാ ഇതിൻ്റെ ഷേപ്പും ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് ഹെവി സെക്ഷനാണ് നോർമൽ കയറുന്നത്. ഇത് നോർമൽ സെക്ഷന് ഉപയോഗിക്കാം. ഇതാണ് ഏറ്റവും പുതുതായിട്ട് വന്നേക്കുന്ന സ്റ്റോപ്പറാണിത്. ഇത് നമ്മുടെ പി ഹാൻഡിൽ സെക്ഷൻ, പ്രൊഫൈൽ ഹാൻഡിൽ സെക്ഷൻ, പി എന്ന് പറഞ്ഞ ആകൃതിയിലുള്ള ഹാൻഡിൽ സെക്ഷൻ ഉപയോഗിക്കുന്ന സ്റ്റോപ്പറാണിത്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്ത് പ്രൊഫൈൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എൻഡിലിടാൻ ഈ എൻഡ് ക്യാപ്പ് ഉപയോഗിക്കാം. പിന്നെ ഇത് കുറച്ച് നാളുകൾക്ക് മുമ്പ് വന്നിരുന്ന ആ സെക്ഷനാണ്, ഹാൻഡിൽ സെക്ഷൻ്റെ തന്നെ ഇതാണ്. അപ്പോൾ ഈ ഹാൻഡിൽ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് ഈ കോർണറുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കോർണർ ലെഫ്റ്റ് സൈഡും ഉണ്ട്, റൈറ്റ് സൈഡും ഉണ്ട്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും അനുസരിച്ച് ഇത് നോക്കി തന്നെ ഇൻസ്റ്റാൾ ചെയ്യണം. ഇതിൻ്റെ ഈ അലൂമിനിയം പ്രൊഫൈൽ ഈ ഇവിടെ വെർട്ടിക്കലുള്ളിടത്ത് ഇത്രയും വരും, ഹൊറിസോണ്ടലുള്ളിടത്ത് ഈ ഒരു പോർഷൻ വരും. അപ്പോൾ ഈ ഒരു പോർഷൻ നമുക്ക് ഈ കോർണർ കാണാൻ പറ്റും. അപ്പോൾ ഇതിനുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സെയിം കളർ അലൂമിനിയം പ്രൊഫൈലിൻ്റെ കളർ തന്നെ ഈ കോർണർ അവൈലബിൾ അല്ല. ഇത് 2-3 കളറുകളൊക്കെ നോർമൽ ഇത് ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഷോക്കേസ് സെക്ഷൻ ഉപയോഗിക്കുന്ന കോർണറാണ്. ഷോക്കേസ് സെക്ഷൻ്റെ വർക്കൊക്കെ ഇപ്പോൾ കുറവാണ്, എന്നാലും ഷോക്കേസ് സെക്ഷൻ കോർണറാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. പിന്നെ ഇത് സെക്ഷൻ്റെ കോർണറാണ്. ഇത് 1.5 സെക്ഷൻ ഉപയോഗിക്കുന്ന കോർണറാണ്. ഇത് അതിനുപയോഗിക്കുന്ന ഡിവൈഡറാണ്. അപ്പോൾ നമുക്ക് ഡിവൈഡർ സെക്ഷനൊക്കെ 2 പീസ് ഡിവൈഡർ തന്നെ ഈ ഡിവൈഡർ ഉപയോഗിക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്ത് തട്ടുകളൊക്കെ പിടിപ്പിക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. ഇത് 1.25 ഞാൻ 1.25 1.5 എന്നൊക്കെ പറഞ്ഞാൽ ഇതുമാ ഈ PVC കോർണർ നോർമൽ അങ്ങനെ പറയാറ്, അതുകൊണ്ട് പറയണ കേട്ടോ. അപ്പോൾ 1.25 കോർണറാണിത്. ഇത് അതിൻ്റെ തന്നെ ഡിവൈഡിങ്ങിന് ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ സ്ലൈഡിങ്ങിൻ്റെ ബുഷ്, നോർമൽ 12 mm സ്ലൈഡിങ്ങിന് വീലിന് പകരം ഉപയോഗിക്കുന്ന ബുഷാണ്. അപ്പം ഇപ്പം ബുഷ് കുറവാണ്, പൊതുവേ 12 mm സ്ലൈഡിങ്ങിൻ്റെ സെയിൽസ് കുറവാണ്. ഇപ്പം മോഡുലർ കിച്ചൺ വന്നപ്പോൾ ഈ സ്ലൈഡിങ്ങിൻ്റെ വർക്കുകളും ഷോക്കേസും ഇല്ലാത്തതുകൊണ്ട് ഈ സ്ലൈഡിങ്ങിൻ്റെ വർക്കും വളരെ കുറവാണ്. ഇത് ഓർഡിനറി സ്ലൈഡിങ് ഉപയോഗിക്കുന്ന PVC ലോക്ക്. അപ്പോൾ ഈ PVC ലോക്ക്, ഈ ലോക്കും ഉണ്ടാവും, ഈ റൗണ്ട് ബട്ടണും കൂടി ഉണ്ടാവും. ഈ 2 ഐറ്റം കൂടിയാണ് ഇത് വരുന്നത്. ഇത് സ്ലൈഡിങ്ങിൻ്റെ ഈ ചീളെന്ന് പറയും, സ്ലൈഡിങ്ങിന് തന്നെ ഉപയോഗിക്കുന്നത് 12 mm സ്ലൈഡിങ്ങിന് ജെർക്കിങ് ഇല്ലാതിരിക്കാൻ ഉപയോഗിക്കുന്ന പീസാണിത്. ചീളെന്നാണ് ഇതിനെ പറയപ്പെടുന്നത്. ഇത് APC കോർണർ എന്ന് പറയുന്ന അതാണ്. APC കിച്ചൺ ഉപയോഗിക്കുന്ന കോർണറാണിത്. ഇത് നമുക്ക് ഡ്രോ സെക്ഷൻ ഉപയോഗിക്കുന്ന കോർണറാണ്. അലൂമിനിയത്തിൻ്റെ ഡ്രോ സെക്ഷൻ തന്നെ ഉപയോഗിക്കുന്ന കോർണറാണിത്. ഇത് 1.25 ഇഞ്ചിൻ്റെ ബുഷാണ്. അടിയിൽ എൻഡ് ക്യാപ്പായിട്ട് ഉപയോഗിക്കുന്നതാണ് 1.25. ഇത് 1.25 എൻഡ് ക്യാപ്പായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് 22 mm സ്ക്വയറിന് ഉപയോഗിക്കുന്ന ബുഷാണ്. 1 ഇഞ്ച് സ്ക്വയർ എന്ന് പറയാം, പക്ഷേ ഇത് 22 mm ഇത് കറക്റ്റ് സൂട്ടാവുന്നത്. ഇത് അലൂമിനിയത്തിന് മോഡുലർ കിച്ചൺ തന്നെ ഉപയോഗിക്കുന്ന ഇത് ക്രാസി എന്നാണ് ഇതിനെ പറയപ്പെടുന്നത്. നമുക്കിപ്പോൾ ഈ സ്പൈസസ് റാക്കൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്കൊരു ഷോ ആയിട്ട് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ചെറിയ പീസാണ് ക്രാസി. നമുക്കിത് പെയിൻ്റ് ഒന്നും ചെയ്യേണ്ട, നമുക്ക് ഏത് കളറാണ് സെക്ഷൻ എന്ന് വെച്ചാൽ ഒരുപാട് കളറുകൾ അവൈലബിൾ ആണ്. ഇത് മസ്കിറ്റോക്ക് ഉപയോഗിക്കുന്ന സ്റ്റോപ്പറാണ്. ഇത് മസ്കിറ്റോ ലാച്ച് എന്നാണ് ഇതിനെ പറയുന്നത്. ഇതും മസ്കിറ്റോക്ക് വളരെ സിമ്പിളായിട്ടാണ്. ഇത് 2 പീസാണിത്. 2 പീസാണ്. അപ്പോൾ 2 പീസ് ഇങ്ങനെ ജോയിൻ ചെയ്ത് ഉപയോഗിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട്
ഇതിൻ്റെ സെൻറ്ററിൽ സ്ക്രൂ വെച്ചിട്ടാണിത്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഇട്ടാൽ ഓപ്പൺ ആയിരിക്കും, ഇങ്ങനെ വെച്ച് ചെയ്താൽ ക്ലോസ് ആയിട്ട് അത് കിടക്കും. പിന്നെ ഇത് നോർമലി മുമ്പ് ഉപയോഗിച്ചിരുന്ന 5mm കിച്ചൺ ഉപയോഗിക്കുന്ന കോർണറാണിത്. എല്ലാവർക്കും പരിചയമുള്ള സാധനമാണ്, അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതാണ് 20mm വിൻഡോ പ്ലെയിൻ, വിൻഡോ ലിപ്പിനൊക്കെ ഉപയോഗിക്കുന്ന കോർണിഷാണിത്. ഇത് 3-വേ കോർണർ, നമുക്ക് ബോക്സ് ഒക്കെ പണിയാണെങ്കിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതിന് ഇവിടെയും കണക്ഷൻ വരും, ഇവിടെയും കണക്ഷൻ വരും, ഇങ്ങോട്ടും കണക്ഷൻ വരും. ഇത് 2-വേ കോർണറാണ്. നമുക്ക് മറ്റേ തട്ടിൻ്റെ ലിപ്പൊക്കെ പിന്നൊക്കെ ഉപയോഗിക്കുന്ന സെക്ഷനെ ഉപയോഗിക്കുന്ന കോർണറാണിത്. ഇത് നമ്മുടെ എയർ ഹോളിനൊക്കെ ഉപയോഗിക്കുന്ന, എയർ വെന്റിലേഷനൊക്കെ ഉപയോഗിക്കുന്ന 3/8 ചാനലിന് ഉപയോഗിക്കുന്ന കോർണേഷാണ്. അപ്പം ഇവിടെ ഈ 2 പോർഷനിൽ സ്ക്രൂ ചെയ്യുക, ഈ ഒരു പോർഷനിലാണ് 3/8 ചാനൽ ഇങ്ങനെ വരും. വളരെ സിമ്പിളായിട്ട് നമുക്ക് എയർ ഹോളൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ 20mm സെക്ഷൻ, സൂപ്പർ സ്ലൈഡിംഗ് എന്നൊക്കെ പറയുന്ന സെക്ഷൻ ഉപയോഗിക്കുന്ന കോർണറാണ്. കണ്ടോ, ഇത് നമ്മുടെ ബിഗ് ഡി കിച്ചൻ ഉപയോഗിക്കുന്ന കോർണിഷാണ്.